ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ സനീഷ് കണ്ണൂർ. നമുക്ക് ഇന്നൊരു സലാഡ് ഉണ്ടാക്കിയല്ലോ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് കോൺ സലാഡാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു സ്വീറ്റ് കോൺ മുഴുവനായി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു കഷ്ണം ഉള്ളി, ഒരു തക്കാളി, ഒരു കുക്കുമ്പർ, അല്പം മല്ലിച്ചപ്പ്, ഒരു ചെറുനാരങ്ങ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. നമുക്ക് ഇത് സ്വീറ്റ് കോൺ സലാഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം സ്വീറ്റ് കോൺ ആവശ്യത്തിനുള്ളത് എടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കുമ്പർ എടുക്കാം. കുക്കുമ്പർ എടുത്തു. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇതിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ടൊമാറ്റോ റെഡിയായി. കട്ട് ചെയ്ത ഉള്ളി നമുക്ക് സെറ്റാക്കി എടുക്കാം. അതോടുകൂടി നമുക്ക് ക്യാരറ്റ് കൂടി എടുക്കാം. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അല്പം കുരുമുളകും പൊടിയും ഉപ്പും ചേർക്കാം. ആവശ്യത്തിന് കുരുമുളക്, ഉപ്പ് ചേർത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇതിൽ വേണമെങ്കിൽ ഇനി അല്പം ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇനി മറ്റു വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് നമുക്ക് എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ യാതൊരു ടെൻഷനും വേണ്ട. വാക്കിങ്, ജിമ്മ്, ഡയറ്റിങ്, ഷുഗർ ഏതൊരു പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഗുണമേന്മയേറിയ ഒരു സലാഡാണിത്. അപ്പോൾ നമുക്ക് ടെൻഷനില്ലാതെ കഴിക്കാം. നല്ല രീതിയിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം നമുക്ക് മല്ലിച്ചപ്പും കൂടി വിതറി കൊടുക്കാം. നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്കിനി ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ വേണമെങ്കിൽ തേന് ചേർത്തിട്ടും ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ചേർത്തത് ഉപ്പ് മാത്രമാണ്, ഉപ്പ് പെപ്പർ പൗഡർ മാത്രമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കൊടുക്കാവുന്ന, നമ്മളിപ്പോൾ ജോലിക്ക് വന്ന് ക്ഷണിച്ചിരുന്ന ആൾക്കാർക്കായാലും സ്കൂൾ വിട്ട് വന്ന് ഇരിക്കുന്ന കൊച്ചു മക്കൾക്കായാലും കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റോട് കൂടി കിട്ടിയിട്ടുണ്ട്. എന്നാൽ നിങ്ങളും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്വീറ്റ് കോൺ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒരു കോംബായിട്ട് നമുക്കൊരു ക്യാരറ്റ് ജ്യൂസ് കൂടി ചെയ്തെടുത്താൽ എങ്ങനെ നിൽക്കും നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ക്യാരറ്റ് ജ്യൂസും കൂടി സലാഡിനൂടെ ഒരു കോംബായിട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് നമുക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് അത് നമുക്ക് അടിഞ്ഞു കിട്ടും. അതിനു വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 ക്യാരറ്റാണ്. നമുക്ക് ക്യാരറ്റ് ഗുണമേന്മ എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്യാരറ്റ് സലാഡിന് കൂടി ഒരു കോംബോ ആയി ചെയ്യുന്നത് എല്ലാവർക്കും വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഒരു സലാഡും ഒരു ജ്യൂസും കഴിച്ചാൽ പിന്നെ മറ്റൊരു ഭക്ഷണത്തിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കാം. ഇത് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 2 ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ 3 ക്യാരറ്റ് ഉണ്ട്. നമ്മൾ ഒരു 2 പേർക്കൊക്കെ കഴിക്കാനായിട്ട് ഒരു 3 ക്യാരറ്റ് മതിയാക്കും. നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ ഐസ് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് വരുന്നത്. നമ്മളിവിടെ വീട്ടിലെ കുട്ടികളും നമ്മളെ ആവശ്യത്തിന് ആയതുകൊണ്ട് ഐസ് ഉപയോഗിക്കുന്നില്ല. ഇതിൽ നമ്മൾ ഷുഗർ ഉപയോഗിക്കുന്നുണ്ട്. ഷുഗറുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഇതിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ജ്യൂസറിലോട്ടേക്ക് മാറ്റിയെടുക്കാം. നമ്മളിത് ജ്യൂസറിലോട്ട് മാറ്റി അല്പം വെള്ളം ഉപയോഗിച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത്
ട്രൈ ചെയ്തെടുക്കാം. അതിലോട്ട് ജ്യൂസറിലോട്ടേക്ക് മാറ്റി നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിന് ആവശ്യമായ ഷുഗർ ആഡ് ചെയ്തെടുക്കാം. മധുരം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ശരിയായി അരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഒന്ന് മിക്സറിലോട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ജ്യൂസിലോട്ട് മാറ്റിയ ക്യാരറ്റ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാരറ്റ് നല്ല രീതിയിൽ ഒന്ന് അടിഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നീര ടൈപ്പാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. നമ്മളിതിപ്പോൾ ഒന്നുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ജ്യൂസ് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് അരിച്ചെടുക്കാം. ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ക്യാരറ്റ് ജ്യൂസിന്റെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ്. കണ്ണിന്റെ കാഴ്ച വർദ്ധിക്കുന്നതിനും മുഖസൗന്ദര്യം വർദ്ധിക്കുന്നതിനും ചർമ്മകാന്തി വർദ്ധിക്കുന്നതിനും എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു പ്രധാന വെജിറ്റബിളാണ് ക്യാരറ്റ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ക്യാരറ്റ് ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും. നല്ല രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജ്യൂസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ജ്യൂസ് അടിച്ചെടുത്തതിന്റെ ശേഷം വരുന്ന ബാലൻസ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ക്യാരറ്റിൽ ഒരു ഭാഗം പോലും വേസ്റ്റ് വരുന്നില്ല. ഇത് നമുക്ക് നമ്മളെ സൗന്ദര്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതിലും ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടാണ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത്. നമുക്കിതൊന്ന് ഒരു ജാറിലോട്ടേക്ക് മാറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിച്ചെടുത്ത ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അത് നമ്മളൊരു ജാറിലോട്ടേക്ക് മാറ്റുകയാണ്. ഞാനിത് അത്യാവശ്യം ഇതിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് അടിച്ചെടുക്കുമ്പോൾ നല്ല കൊഴുത്ത രീതിയിലാണ്. അത് അരിച്ചെടുക്കുന്നതിന് അല്പം പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. കാണാൻ എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് ജ്യൂസ് നമുക്കിത് അല്പം ഇതിലൊരു ചെറുനാരയും കൂടി ചേർത്ത് കൊടുത്താലാണ് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ഐസ് ചേർക്കണം. മധുരം കൂട്ടി വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കൊന്ന് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കാം. ഐസ് എന്തായാലും കുട്ടികൾക്കല്ലാണ്ട് കൊടുക്കുന്നത് ഐസ് തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഐസ് ഉപയോഗിച്ചാലാണ് ഇതിന്റെ ശരിയായ ടേസ്റ്റ് വരുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ ഐസ് ഉപയോഗിക്കാതിരുന്നത്. നമുക്കിതിൽ നിന്ന് അല്പം ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് ഒന്ന് നമുക്കൊന്ന് സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. നല്ല രുചിയോടുകൂടിയുള്ള ഒരു ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ 1-2 ക്യൂബ് ഐസ് ഇട്ടാൽ ഇനിയും രുചി കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ അതോടൊപ്പം സ്വീറ്റ് സലാഡ് കോംബോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുക. ഇത് നിങ്ങൾ എന്തായാലും തീർച്ചയായും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.